ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഞങ്ങൾ ഇപ്പം കുറേ നാളായിട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സമയം കിട്ടത്തില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുവാണല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കൊഞ്ച് കിട്ടി കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് അപൂർവമായിട്ടോ കൊഞ്ചൊക്കെ കിട്ടുന്നത്. പിന്നെ പിന്നെ പക്ഷേ അങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ പിന്നെ സുലഭമായിട്ട് കൊഞ്ചിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൊഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അമ്മ കഷ്ടപ്പെട്ട് വൃത്തിയാക്കുക കേട്ടോ. ഇത് ഇച്ചിരി പാടാണല്ലോ വൃത്തിയാക്കാനൊക്കെ ആയിട്ട്. അന്നേരത്തേന് ഞാൻ പതിയെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു ഒരുക്കുന്നത്. അന്നേരം അമ്മയോട് പറഞ്ഞു ക്യാമറയിലോട്ട് ഇതൊക്കെ തെറിക്കും, ഫോണോട്ട് ഇത് തെറിക്കും, അതുകൊണ്ട് നീ മാറി നിന്നോ, കാരണം ഇത് ഇച്ചിരി പാട് പിടിച്ച പണിയാണ്, നമ്മൾ സാധാ മീൻ കട്ട് ചെയ്യുന്ന പോലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നാൽ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കാണാം കേട്ടോ. കുറേ നേരത്തെ പരിശ്രമം കഴിഞ്ഞ് ഇത് നമ്മുടെ കൊഞ്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറി പോലെ വെച്ചാലോ. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് സബോള എടുത്തിട്ടുണ്ട്, അത്യാവശ്യം മുഴുത്തൊരു സബോളയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ടി കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തു. അധികം കട്ടിയൊന്നും വേണ്ട. പിന്നെ വേണ്ടത് പച്ചമുളക് കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് 2-3 കഷ്ണമാക്കി മുറിച്ചെടുത്തു. പിന്നെ വേണ്ടത് ഒരു തക്കാളിക്ക്, അത്യാവശ്യം മുഴുത്ത തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി അമ്മ പറഞ്ഞു തേങ്ങാക്കത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലൊന്നും ഒഴിച്ച്, ഞങ്ങൾ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് വരെ തേങ്ങ നല്ലതുപോലൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. തേങ്ങ ഗോൾഡൻ കളറായി. ഇനി സബോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ നമ്മൾ എടുത്തേക്കുന്നത് മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് കാശ്മീരി മുളക് പൊടിയാണ്, അത് 1.5 ടീസ്പൂണ്. മല്ലിപ്പൊടി അതുപോലെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടികളെല്ലാം നമ്മുടെ സ്പൈസസിൽ അതെല്ലാം കൂടെ പൊടിച്ചെടുത്തേക്കുന്ന കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതേ ഉള്ളി കൊണ്ട് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമൊക്കെ ഞങ്ങൾക്ക് പുതിനയില ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് നമുക്ക് അതിനകത്ത് ഇട്ടതിൻ്റെ പിന്നെ ഒരു കറി വെച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചേച്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇറച്ചിക്കറിക്കകത്തൊക്കെ പുതിനയില ഇട്ട് കൊടുക്കുമ്പോഴത്തേനെ ഇതേ നല്ലതുപോലെ ഉള്ളിയൊക്കെ വഴന്നു. ഇനി നമുക്ക് പൊടികളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അമ്മ പറയുന്നത് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആദ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ബാക്കി എല്ലാ പൊടികളും ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടി മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയേ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അരപ്പ് പിടിക്കുന്നത് വരെ നല്ലതുപോലെ പ്രോൺസ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വെന്ത് കിട്ടണമല്ലോ, അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഇച്ചിരി ലേശം ഒരു ചാറാക്കിയ രീതിയിലാട്ടോ ഈ കൊഞ്ച് എടുത്തേക്കുന്നത്. അധികം ഡ്രൈ ആക്കിയിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാവേ. നമുക്കിനി ലാസ്റ്റ് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനതേ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കൊഞ്ച് കറി വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ആ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് ഇതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇത് അധികം വേണ്ട കേട്ടോ. തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് കടിച്ചേക്കും നല്ല കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ ജസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം കേട്ടോ. അപ്പോഴത്തേന് കൊഞ്ച് നല്ലതുപോലെ വെന്ത് വരും. നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞതേ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണേ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ കപ്പയ്ക്കോ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കൊഞ്ച് കറിയാണ്, അഥവാ പ്രോൺസ് കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബൈ.